ഗോകുൽത്തായിലെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന പരിശുദ്ധ ദൈവമാതാവിനെ നോക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അവസാന നിമിഷങ്ങളിലും ഒരു മഹത്തായ സന്ദേശം ലോകത്തിന് നൽകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. കർത്താവ് തൻ്റെ മാതാവിനെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയും യോഹന്നാൻ തൻ്റെ മാതാവിൻ്റെ സംരക്ഷണത്തിലേക്ക് ഏൽക്കുകയും ചെയ്തു. ജോൺ ക്രിസോസ്റ്റം ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, കുരിശിൻ്റെ അസഹ്യമായ വേദനയിലും കർത്താവ് തൻ്റെ മാതാവിനെ മറന്നില്ല എന്നതാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും തൻ്റെ മാതാവിൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ കരുതുന്നു. ഇത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പനയുടെ പരിപൂർണ നിറവേറലാണ്. ഈ സംഭവത്തിൽ നിന്ന് നാം ഒരു വലിയ ആത്മീക പാഠം പഠിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു സാമൂഹിക കടമ മാത്രമല്ല, ദൈവീകമായ ഉത്തരവാദിത്തമാണ്. കുരിശിൽ നിന്നുപോലും തൻ്റെ മാതാവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കിയ കർത്താവ് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉത്തമ മാതൃക നമുക്ക് നൽകുന്നു. സഭാപിതാക്കന്മാർ മറ്റൊരു സത്യവും ഇവിടെ കാണുന്നു. കർത്താവ് തൻ്റെ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിക്കുന്നത് ഒരു കുടുംബപരമായ ക്രമീകരണം മാത്രമല്ല. പരിശുദ്ധ അഗസ്തീനോസും മറ്റു പിതാക്കന്മാരും ഇതിനെ സഭയുടെ പ്രതീകാത്മക ചിത്രമായി കാണുന്നു. പ്രിയ ശിഷ്യനായ യോഹന്നാൻ സഭയെ പ്രതിനിധീകരിക്കുന്നു. ദൈവമാതാവ് സഭയുടെ ആത്മീക മാതാവായി വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അവളെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്ന് സുവിശേഷം പറയുന്നത്. അതേസമയം ഓർത്തഡോക്സ് സഭ ഈ സംഭവത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യകന്യാകത്വത്തിൻ്റെ എവോൾവുചുനിറ്റി സാക്ഷ്യങ്ങളിൽ ഒന്നായി ധ്യാനിച്ചിട്ടുണ്ട്. കാരണം കർത്താവിൻ്റെ മാതാവിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം മറ്റൊരു പുത്രനും നൽകിയതായി തിരുവെഴുത്ത് പറയുന്നില്ല. മറിച്ച് പ്രിയ ശിഷ്യനായ യോഹന്നാനെയാണ് ഏൽപ്പിക്കുന്നത്. ഈ വിഷയത്തെ സഭാപിതാക്കന്മാർ ദൈവമാതാവിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിൻ്റെ അതുല്യ സ്ഥാനത്തോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും വ്യക്തമായ സന്ദേശം സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും സന്ദേശമാണ്. മാതാപിതാക്കൾ നമ്മെ വളർത്തിയതുപോലെ അവരുടെ ബലഹീനതയുടെ കാലത്ത് നാം അവരെ കരുതണം. അവരുടെ കണ്ണുനീർ തുടയ്ക്കണം. അവരുടെ ഏകാന്തതയിൽ ഒപ്പമിരിക്കണം. കുരിശിൽ നിന്നുകൊണ്ട് കർത്താവ് ലോകത്തോട് പഠിപ്പിച്ച ഒരു കൽപ്പനയാണിത്. അതുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന വചനം യോഹന്നാനോട് മാത്രമല്ല, ഓരോ വിശ്വാസിയോടും പറയപ്പെടുന്ന വചനമാണ്. മാതാപിതാക്കളെ ആദരിക്കുവാനും വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുവാനും സ്നേഹത്തെ കടമയായി അല്ല, ദൈവഹിതമായി കാണുവാനും നമ്മെ വിളിക്കുന്ന വചനമാണത്. കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ ദൈവമാതാവ് ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ മാതാപിതാക്കളെയും സ്നേഹിക്കും. ദൈവത്തെ സേവിക്കുന്നവൻ തൻ്റെ കുടുംബ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയില്ല. സ്നേഹം അവസാന നിമിഷം വരെ വിശ്വസ്തയോടെ നിലനിർത്തും.